നമുക്ക് നമ്മുടെ ചുറ്റും നമ്മുടെ വീടും നാടും നമ്മൾ എന്തെല്ലാം ഉപയോഗിക്കുന്നോ എല്ലാം ഈ പ്രപഞ്ചത്തിലുള്ള 5 തത്വം കൊണ്ട് നിർമ്മിച്ചതാണ്. അപ്പോൾ ഈ 5 തത്വങ്ങളെ മനുഷ്യൻ നശിപ്പിക്കരുത്. കാരണം ഈ തത്വങ്ങളുടെ സപ്പോർട്ടിലാണ് നമ്മുടെ ജീവിതം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കിയ പൂർവികർ പ്രകൃതി തത്വങ്ങളെ മാനവൻ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടി ആ തത്വങ്ങളെയും ആരാധിക്കാൻ പഠിപ്പിച്ചു. കാരണം ആരാധന വരുമ്പോൾ, ആരാധിക്കുമ്പോൾ, പൂജിക്കുമ്പോൾ അതിനെ നശിപ്പിക്കില്ലല്ലോ. പിന്നെ നമുക്ക് എന്തിനോടൊക്കെ ഭയമുണ്ടോ അതിനെയും പൂജിക്കാൻ തുടങ്ങി. നാഗത്തെ ഭയമുണ്ട്, അതുകൊണ്ട് അതിനെയും പൂജിക്കാൻ തുടങ്ങി. ആരോടൊക്കെ ഭയമുണ്ട് അവരെയൊക്കെ പൂജിക്കാൻ തുടങ്ങി. പിന്നെ വീര ആരാധന തുടങ്ങി, വീരന്മാരെ പൂജിക്കാൻ തുടങ്ങി, മഹാത്മാക്കളുടെ ചിത്രം വെച്ച് പൂജിക്കാൻ തുടങ്ങി. അങ്ങനെ പൂജയുടെ ഭക്തിയുടെ കാലഘട്ടമാണ് ദ്വാപരയുഗത്തിൽ. പിന്നീട് ദ്വാപരയുഗത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ പിന്നീട് അനേക ധർമ്മസ്ഥാപകർ വന്നു. അനേക മഹാത്മാക്കൾ അനേക പ്രത്യയ ശാസ്ത്രങ്ങൾ പഠിപ്പിച്ചു. അവർ പഠിപ്പിച്ചു തന്ന അറിവുകളും കാര്യങ്ങളും എല്ലാം വെച്ച് മനുഷ്യൻ ഭക്തിയും ചെയ്തു. മനുഷ്യൻ പല പല ചേരിപ്പോരുകളിലേക്കും പോകാൻ തുടങ്ങി. അപ്പോൾ ഒരു ഭാഗത്ത് സന്യാസധർമ്മം പോകുന്നത് നമ്മൾ കണ്ടു, മറുഭാഗത്ത് ഭക്തിയും പൂജയും എല്ലാം ഇങ്ങനെ സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടു ദ്വാപരയുഗത്തിൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ചെയ്യുന്നെങ്കിലും ജന്മങ്ങളുടെ പടി ഇറങ്ങി വന്നത് കാരണം ആത്മാവിൻ്റെ നിറം, ആത്മാവിലെ കൂടുതൽ മാലിന്യങ്ങൾ, ശരീരബോധത്തിലിരുന്നുള്ള വികർമ്മങ്ങൾ കാരണം മാലിന്യം കൂടുതൽ പിടിക്കാൻ തുടങ്ങി. അങ്ങനെയാണ് ലാസ്റ്റ് നമ്മൾ ഈ കലിയുഗത്തിലേക്ക് പടി ഇറങ്ങിയെത്തിയത്.